അല്പസമയം മുൻപ് വന്ന ഒരു വാർത്തയിലേക്കാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ പരാമർശത്തിൽ ഉറച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗമാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. ലീഗ് സംസ്ഥാന അധ്യക്ഷനെയാണ് താൻ വിമർശിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. വർഗീയ സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ലീഗ് ചേർത്ത് നിർത്തുന്നു. കോൺഗ്രസിനെ പോലെ മുസ്ലിം ലീഗും മാറുകയാണെന്നും മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും വലിയ തോതിൽ സഹകരിപ്പിക്കാൻ ഇപ്പോഴാണ് ആ നിലയിലേക്ക് മാറിയത്. ആ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ ലീഗിൻ്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനമല്ല, രാഷ്ട്രീയ നിലപാടിനെതിരെയുള്ള വിമർശനമാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പും വിഷയമായി ആ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ജനങ്ങൾ LDFനൊപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവകാശവാദം. പാലക്കാടും ചേലക്കരയിലും LDFന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. ചേലക്കരയിലെ LDF ജയം സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് വ്യക്തമാക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ LDFനോടൊപ്പം എത്ര കണ്ട് ഭദ്രമായി അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. പാലക്കാട്ട് LDFന്റെ വോട്ട് വീതം കുറയല്ല ചെയ്തത്. അവിടെ LDFന്റെ വോട്ട് വീതം നല്ല നിലയിൽ തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയും. ചേലക്കരയെ കുറിച്ച് കാണേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തിയാൽ നല്ല വർധനവ് നേടാൻ കഴിഞ്ഞു. നിലപാടുകൾ നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് മറ്റൊരു വിമർശനം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇന്നുണ്ടായി. ബാബറി മസ്ജിദ് പൊളിക്കാൻ പിന്തുണ നൽകിയ കോൺഗ്രസിനൊപ്പമായിരുന്നു മുസ്ലിം ലീഗ്. കോൺഗ്രസ് നിലപാടിനോട് പ്രതിഷേധം വേണമെന്ന് ലീഗിനുള്ളിൽ അഭിപ്രായമുണ്ടായി. എന്നാൽ മന്ത്രിസ്ഥാനമായിരുന്നു ലീഗിനെന്ന് പ്രധാനമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ബാബറി മസ്ജിദ് എന്നത് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷയുടെ ഒരു പ്രശ്നമായിരുന്നു. ആ മസ്ജിദാണ് തകർക്കപ്പെട്ടത്. ആ തകർക്കുന്നതിന് എല്ലാ സഹായങ്ങളും ഒത്താശകളും ചെയ്ത് എല്ലാ പിന്തുണയും നൽകി അതിനുവേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുത്ത കോൺഗ്രസിന്റെ കൂടെ മന്ത്രിസഭയിൽ ഇരിക്കുകയായിരുന്നു അന്ന് ലീഗ്. സ്വാഭാവികമായും ശക്തമായ എതിർപ്പ് മതനിരപേക്ഷ ചിന്താഗതിക്കാരിലാകെ ഉണ്ടായി. കോൺഗ്രസിന്റെ നിലപാടിനോട് പ്രതിഷേധം വേണ്ടതാണ് എന്നും ലീഗിനകത്ത് അഭിപ്രായം ഉണ്ടായി. പക്ഷേ ലീഗ് അപ്പോൾ കണ്ടത് ഏറ്റവും പ്രധാനം മന്ത്രിസ്ഥാനമാണ്. സമീർ C. മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, എനിക്ക് തോന്നുന്ന ഒരു CPMന്റെ ഒരു കെട്ടിടോദ്ഘാടന പരിപാടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം ഉണ്ടായത്. അതിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ വിമർശനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ആ പ്രസംഗം മുഖ്യമന്ത്രി നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലീഗ് സംസ്ഥാന അധ്യക്ഷനെ എതിരായ കാര്യങ്ങൾ. അത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ വിമർശനമല്ല, അത് ലീഗ് അധ്യക്ഷനെതിരായ വിമർശനമാണ് എന്ന് കൃത്യമായി ആ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ലീഗിനെതിരായുള്ള വിമർശനങ്ങളും കടുപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് അത് LDFന് അനുകൂലമായൊരു പൊതുവികാരം എന്ന രീതിയിലെ വ്യാഖ്യാനവുമുണ്ട്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, CPIM കോഴിക്കോട് സൗത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും തുറന്നടിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാബരി മസ്ജിദ് തകർക്കുന്ന വേളയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നത്. അന്ന് മന്ത്രിസ്ഥാനത്തിനാണ് അവർ പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ആ മുന്നണി സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ അവർ തയ്യാറായില്ല. അക്കാലത്ത് പോലും ഉണ്ടാകാതിരുന്ന ഒരു സഖ്യമാണ് സമീപകാലത്ത് ശക്തിപ്പെടുന്നത്. അതിൽ SDPയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകുമ്പോൾ അത് നാടിന് നൽകുന്ന സന്ദേശം എന്താണ്? നാടിന് എത്രമാത്രം ഗുണകരമാകും? ജമാഅത്തെ ഇസ്ലാമിയും SDPയും വർഗീയ പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് നാടിന് എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്ന് മുസ്ലിം ലീഗ് ചിന്തിച്ചിട്ടുണ്ടോ? കോൺഗ്രസിന്റെ പാതയിൽ തന്നെയാണോ മുസ്ലിം ലീഗും പോകുന്നത്? അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനെ വിമർശിക്കും. വിമർശിക്കുമ്പോൾ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ളത് പാണക്കാട് സാദിഖ് അലി തങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനം ഉണ്ടാവുകയും ചെയ്യും. അത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന നിലയിലല്ല, അത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലാണ്. സ്വാഭാവികമായും ഈ കാലയളവ് വരെയും മുസ്ലിം ലീഗിന്റെ ഉണ്ടായിട്ടുള്ള ഒരു പാരമ്പര്യം അത് ജമാഅത്തെ ഇസ്ലാമിയുമായോ SDPയുമായോ കൂട്ടുകൂടുന്നതിനായിരുന്നില്ല. പക്ഷേ സമീപകാലത്ത് അത് കണ്ടുവരുമ്പോൾ അതിനെ വിമർശിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത്തരം വിമർശനങ്ങൾ തുടരുന്നത് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ LDFന് വലിയ രീതിയിലുള്ള ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയിലും ഇടതുപക്ഷ
ഇടതുപക്ഷത്തിന്റെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. ചേലക്കരയിൽ ഇടതുപക്ഷം വിജയിച്ചു, എന്നാൽ അതിൽ 20,000-ഓളം വോട്ടിന്റെ കുറവ് വന്നിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയുന്നു അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രമ്യ ഹരിദാസ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തി കൂടിയാണ്. അത്രയേറെ സുതാര്യവും അത്രയേറെ ആളുകൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയായിട്ട് പോലും അവരെ കീഴ്പ്പെടുത്താൻ, അവരെ പരാജയപ്പെടുത്താൻ UR പ്രദീപിന് കഴിഞ്ഞുവെങ്കിൽ, ഇടത് സ്ഥാനത്തേക്ക് കഴിഞ്ഞുവെങ്കിൽ അത് വലിയൊരു വിജയമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണാനാകില്ല എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. പ്രജി, ശരി, സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് ശേഷം അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ലീഗിനെതിരായ രൂക്ഷമായ വിമർശനം, അത് ഒപ്പം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനൊപ്പം തന്നെ ലീഗ് ഇപ്പോൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട്, അതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് നേരത്തെ നടത്തിയ പരാമർശങ്ങൾ അതിൽ അടിയുറച്ചു നിൽക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു CPM-ന്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകി.